കൃഷ്ണ ഗുരുവായൂരപ്പ. ഗുരുവായൂരപ്പന് ഈ ഒരു വഴിപാട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഏതാഗ്രഹവും സാധിക്കാനും നമ്മുടെ കടങ്ങൾ മാറാനും അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിക്കും എല്ലാം വഴിതെളിക്കുന്നുള്ളതാണ്. അങ്ങനെയൊരു കഥയും ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഈ വഴിപാട് എന്താണെന്നും അത് അതിൻ്റെ പിന്നിലെ കഥ എന്താണെന്നും ഞാൻ പറയാം. അപ്പോൾ ഈ വഴിപാട് വഴിപാടാണ്. കൃഷ്ണനാട്ടം ഗുരുവായൂർ ചെയ്യുന്നത് പലതരത്തിലുള്ള കൃഷ്ണനാട്ടങ്ങളുണ്ട്. അത് ഓരോ കാരണത്തിനാണ് ചെയ്യുന്നത്, ഓരോ കാര്യലബ്ധിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ബാണയുദ്ധം എന്ന വഴിപാട് ചെയ്യുന്നതാണ് നമ്മൾ സമ്പൽ സമൃദ്ധിക്കും ഉദ്ദിഷ്ടകാര്യലബ്ധിക്കും അതുപോലെ തന്നെ കടങ്ങളൊക്കെ വീടാനും എല്ലാത്തിനും സഹായകമായിട്ടുള്ള ഒരു വഴിപാട്. അപ്പോൾ കൃഷ്ണനാട്ടം ബാണയുദ്ധം അതിൻ്റെ കഥ എന്താണെന്ന് നോക്കാം. നമുക്കെല്ലാവർക്കും മഹാബലിയെ അറിയാലോ. മഹാബലി ഓണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന കേരളം വാണിരുന്ന രാജാവായിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ മഹാബലിക്ക് 100 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ മൂത്ത ആളായിരുന്നു ബാണാസുരൻ എന്ന് പറയുന്നത്. ബാണാസുരൻ ശിവൻ്റെ ഭക്തനായിരുന്നു. ശിവനെ വല്ലാതെ അദ്ദേഹം പ്രാർത്ഥിക്കുകയും അദ്ദേഹം സേവിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ശിവഭഗവാൻ സംപ്രീതനായിട്ട് ബാണാസുരന് 1000 കൈകൾ നൽകി. അതുമാത്രമല്ല, ശിവഭഗവാൻ പാർവതിയോട് കൂടിയിട്ട് അതുപോലെ തന്നെ സുബ്രഹ്മണ്യൻ, ഗണപതി എന്നീ മക്കളോടും തൻ്റെ ഭൂതഗണങ്ങളോടും കൂടി ബാണാസുരൻ്റെ കൊട്ടാരത്തിൽ ആ കൊട്ടാരം കാത്തുകൊള്ളുന്ന ആളായിട്ട് അവിടെ വാണരുളുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാണാസുരൻ, പ്രത്യേകിച്ച് അസുരന്മാർക്ക് എന്തുണ്ടാവും? അസുരന്മാർക്ക് അഹങ്കാരം കയറും. അപ്പോൾ ഈ ബാണാസുരന് ഭയങ്കര അഹങ്കാരം കയറിയിട്ട് എല്ലാവരെയും യുദ്ധം ചെയ്യണമെന്നും ഞാൻ ഭയങ്കരമായിട്ട് കഴിവുള്ള ആളാണെന്നൊക്കെ തോന്നി, മറ്റുള്ളവരെ കൊന്നും എന്നെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ കരുതി മറ്റുള്ളവരെയൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങി. ബാണാസുരൻ കരുതി ശിവഭഗവാനല്ലാതെ വേറെ ആൾക്കും എന്നെ ഇനി തോൽപ്പിക്കാൻ കഴിയില്ല എന്ന്. അപ്പോൾ അഷ്ടദിക്പാലകരൊക്കെ പേടിച്ചോടിപ്പോയി. അപ്പോൾ പരമശിവന് മനസ്സിലായി ബാണൻ ഇത്തിരി അഹങ്കാരം കൂടി എന്നുള്ളത്. അപ്പോൾ പരമശിവൻ പറഞ്ഞു, നിൻ്റെ ഈ കൊടിമരം മുറിഞ്ഞു വീഴുന്ന ദിവസം എനിക്ക് തുല്യനായ വേറൊരാൾ നിൻ്റെ കൂടെ യുദ്ധത്തിനെത്തും. അതോടുകൂടി നിൻ്റെ അഹങ്കാരം ഇല്ലാതാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്നാവും തൻ്റെ കൊടിമരം മുറിഞ്ഞു വീഴുന്നത് എന്നൊക്കെ ആലോചിച്ച് ബാണാസുരൻ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ബാണാസുരൻ്റെ മകളായിരുന്നു ഉഷ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാണാസുരൻ്റെ മകളായത് മാത്രമല്ല നല്ല സുന്ദരിയും കൂടിയായിരുന്നു. അപ്പോൾ പാർവതീദേവി ഇരിക്കുന്നത് ഇത്രയും കഴിവുള്ള ഒരു ഭർത്താവിൻ്റെ കൂടെയാണ്, ഇത്രയും യോഗ്യനായ ഭർത്താവ് ശിവഭഗവാൻ. അതുപോലെ തനിക്കും അതുപോലെ ഒരു ഭർത്താവിനെ കിട്ടുമെന്ന് ഉഷ വിചാരിച്ചു. അപ്പോൾ പാർവതീദേവി ഈ ഉഷയുടെ സ്വപ്നത്തിൽ വന്നിട്ട് ഇന്നൊക്കെ 3 ദിവസത്തിനുള്ളിൽ നിന്നെ സ്വപ്നത്തിൽ ഒരാൾ സുഖിപ്പിച്ചു പോവുകയും ആ ആൾ എന്നെ നിൻ്റെ ഭർത്താവായി തീരുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അപ്പോൾ ഉഷയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ ബാണാസുരൻ്റെ മകൾ കിടന്നുറങ്ങിയപ്പോൾ 3-ാമത്തെ ദിവസം സ്വപ്നത്തിൽ ഒരു സുന്ദരൻ വരികയും ഈ സുന്ദരൻ അവളെ സുഖിപ്പിച്ചു പോവുകയും ഒക്കെ കണ്ടു. പക്ഷേ എണീറ്റ് നോക്കിയപ്പോൾ അവനെ കാണാനുമില്ല. അപ്പോൾ ഭയങ്കര വിഷമായി. അപ്പോൾ എല്ലാവരോടും ചോദിച്ചു, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളെ എവിടെ പോയി? അപ്പോൾ ബാണാസുരൻ്റെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, കുംഭാണ്ഡൻ എന്ന് പറഞ്ഞ ആളുടെ മകള് ചിത്രലേഖ എന്നാണ് പേര്. അത് ഉഷയുടെ തോഴിയായിരുന്നു. അപ്പോൾ തോഴി ചിരിച്ചിട്ട് ചോദിച്ചു, നീ എവിടെ പോയിന്നോ? നിൻ്റെ കല്യാണം കഴിഞ്ഞു? ആരാ നിൻ്റെ ഭർത്താവ്? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ.
നീ എന്താ സ്വപ്നം കണ്ടിട്ട് എന്താ പറയണ? സ്വപ്നത്തിൽ കണ്ട ഒരാൾ ഉള്ളതാണെന്നാണോ നിനക്ക് തോന്നുന്നത്? ഒരു സുന്ദരനെ കാണാനില്ല പോലും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. അപ്പോൾ ഉഷ പറഞ്ഞു, അവനെ കാണാണ്ട് ഇരിക്കാൻ എനിക്ക് പറ്റില്ല, അവല്ലാണ്ട് ഞാൻ ജീവിക്കില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഈ ചിത്രലേഖ പലരുടെയും ചിത്രങ്ങൾ വരച്ച് കാണിച്ചു. ഇതാണോ നീ സ്വപ്നത്തിൽ കണ്ട ആൾ? ഇതാണോ നീ സ്വപ്നത്തിൽ കണ്ട ആൾ? അപ്പോൾ ഉഷ പറഞ്ഞു, ഇതൊന്നുമല്ല, ഈ ഒരാളും അല്ല ഞാൻ കണ്ടത്. അവസാനം പ്രദ്യുമ്നൻ്റെ പുത്രനായ അനിരുദ്ധൻ്റെ ചിത്രം വരച്ചു കാണിച്ചു. അനിരുദ്ധനെ കണ്ടപ്പോൾ ഇതന്നെയാണ് ആൾ, അനിരുദ്ധനാണ് ആളെന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ട ആൾ എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടുകയായിരുന്നു ഉഷ. അപ്പോൾ ചിത്രലേഖ ഉഷയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ദ്വാരകയിൽ ഉറങ്ങിക്കിടക്കായിരുന്ന അനിരുദ്ധനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് തൻ്റെ സഖിയെ പറ്റി പറഞ്ഞു. ആരാണ് സഖി? ഉഷയെ പറ്റി പറഞ്ഞു. മാത്രമല്ല ഉഷയെ കാണിച്ചു കൊടുത്തു. അങ്ങനെ അവർ തമ്മിൽ ഒരുമിക്കാനായിട്ട് ചിത്രലേഖ കാരണമായി. അപ്പോൾ ഈ അനിരുദ്ധനും ഉഷയും ഇങ്ങനെ ആരും അറിയാതെ അവർ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം അനിരുദ്ധനും ഉഷയും കൂടി ചൂത് കളിച്ചിരിക്കുന്നത് കണ്ടിട്ട് ഈ ഇവിടെ കുറച്ച് രക്ഷാഭടന്മാർ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ പോയിട്ട് ബാണനോട് പറഞ്ഞു, ഇവിടെ വേറൊരാളും കൂടി താമസിക്കുന്നുണ്ട്, ആ ആൾ ഇവിടെ വന്ന് പെട്ടേക്കാണ്, എങ്ങനെയാണെന്നറിയില്ല, എന്തൊക്കെയോ ഉണ്ട്, ഉഷയുടെ കൂടെ ചൂത് കളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ബാണന് വളരെ ദേഷ്യം വന്നു. മാത്രമല്ല അനിരുദ്ധനെ പിടിച്ച് കാരാഗൃഹത്തിൽ അടയ്ക്കാനായിട്ട് ബാണൻ നിർദ്ദേശം നൽകി. അപ്പോൾ ഈ രക്ഷാഭടന്മാർ അനിരുദ്ധനെ ബന്ധിക്കാനായിട്ട് പോയപ്പോൾ അനിരുദ്ധൻ അവരോടൊക്കെ യുദ്ധം ചെയ്തിട്ട് അവരെയൊക്കെ ഒരുപാട് തോൽപ്പിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് ബാണനാണെങ്കിൽ നാഗാസ്ത്രം എന്നുള്ള ഒരു അസ്ത്രം കൊണ്ട് അനിരുദ്ധനെ കീഴ്പ്പെടുത്തി. എന്നിട്ട് ബാണാസുരൻ അനിരുദ്ധനെ കെട്ടിയിട്ടിട്ട് പാർവതീദേവിയോട് പ്രാർത്ഥിച്ചു. അപ്പോൾ അനിരുദ്ധനാണെങ്കിൽ ആ സമയത്ത് ഭഗവാനെ, അതായത് ഭഗവാന്റെ വാഹനമായ ഗരുഡനെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ വാഹനമായ ഗരുഡനെ ഓർമ്മ വന്നു. നാഗാസ്ത്രം കൊണ്ട് ബന്ധിക്കപ്പെട്ടാലും അനിരുദ്ധന് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. കാരണം എന്ന് വെച്ചാൽ ഗരുഡനെ ഓർത്ത കാരണം. അപ്പോൾ ദ്വാരകയിൽ നോക്കുമ്പോൾ അനിരുദ്ധനെ കാണാനില്ല. കാരണം അനിരുദ്ധൻ എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ എല്ലാവരും വിഷമിച്ചിരിക്കുന്ന സമയത്ത് നാരദനാണ് എല്ലാ കാര്യങ്ങളും വന്ന് ശ്രീകൃഷ്ണനോട് പറഞ്ഞത്. അതായത് അനിരുദ്ധനെ ചിത്രലേഖ വിളിച്ചു കൊണ്ടുപോയി ബാണാസുരൻ്റെ മകൾ ഉഷയുടെ അടുത്താക്കി. അങ്ങനെ അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണ്, അവർ കഴിഞ്ഞു പോരാണ്. ഈ സമയത്ത് ബാണാസുരൻ ഈ സത്യാവസ്ഥ അറിഞ്ഞ് അനിരുദ്ധനെ ബന്ധനസ്ഥനാക്കി എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്തുണ്ടായി, ഈ ശ്രീകൃഷ്ണൻ്റെ യാദവ സൈന്യവും അതിനെ ബാണൻ്റെ സൈന്യവും തമ്മിൽ ഭയങ്കര യുദ്ധം തുടങ്ങി. ശ്രീകൃഷ്ണന് വളരെ ദേഷ്യം വന്നത് കേട്ടപ്പോൾ, അനിരുദ്ധനെ ബന്ധനസ്ഥനാക്കിയെന്ന് കേട്ടപ്പോൾ. അപ്പോൾ ശ്രീകൃഷ്ണൻ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ബാണൻ്റെ സപ്പോർട്ട് ആര് വരും? ശിവഭഗവാൻ വരും. അപ്പോൾ ശിവഭഗവാന്റെ സൈന്യത്തിൽ സുബ്രഹ്മണ്യനും അതുപോലെ തന്നെ ഗണപതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാണൻ്റെ സൈന്യത്തിൽ ഇവരൊക്കെ ഉണ്ടായിരുന്നു. ശിവഭഗവാന്റെ ഭൂതഗണങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു. അതായത് മക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ശ്രീകൃഷ്ണനും ശിവനും തമ്മിലാണ് യുദ്ധം. അവസാനം കണ്ടപ്പോൾ അയ്യോ, ത്രിമൂർത്തികളിൽ രണ്ടുപേർ തമ്മിൽ യുദ്ധം നടക്കുകയാണ്. എങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവസാനം എന്തു ചെയ്തു? ജൃംഭണാസ്ത്രം കൊണ്ട് ശ്രീകൃഷ്ണൻ ശിവഭഗവാനെ ഞെട്ടിച്ചു കളഞ്ഞു. ഇതൊക്കെ കണ്ടപ്പോൾ ബാണനും കൃഷ്ണനോട് തല്ലുകൂടാൻ വന്നു. കൃഷ്ണൻ എന്തു ചെയ്തു? ബാണൻ്റെ വില്ലും രഥവും ഒക്കെ നശിപ്പിച്ചു. അപ്പോൾ യാദവരെ അതായത് ശ്രീകൃഷ്ണൻ്റെയൊക്കെ ആൾക്കാരെ
ശിവജ്വരം ബാധിച്ചു എന്നും. അപ്പോൾ ശ്രീകൃഷ്ണൻ എന്തു ചെയ്തു? വിഷ്ണുജ്വരത്തെ തിരിച്ചയച്ചു എന്നും. അപ്പോൾ ഈ വിഷ്ണുജ്വരം ശിവജ്വരത്തെ തോൽപ്പിച്ച് അവസാനം ശിവജ്വരത്തിന് മാപ്പ് പറയേണ്ടി വന്നു എന്നൊക്കെയാണ് ഇത് ഭാഗവതത്തിലെ കഥയാണ്. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ബാണൻ എന്തുണ്ടായി? ബാണൻ യുദ്ധത്തിൽ തോറ്റ് ബാണൻ്റെ അഹങ്കാരം തീർച്ചയായിട്ടും നശിച്ചു. അതായത് ശ്രീകൃഷ്ണൻ ബാണൻ്റെ 1000 കൈകളുണ്ടല്ലോ, ഈ കൈകളൊക്കെ ഛേദിച്ചു കളഞ്ഞു. അപ്പോൾ ശ്രീകൃഷ്ണനോട് പരമേശ്വരൻ പറഞ്ഞു, എന്താണെങ്കിൽ പോലും ഇത് കാര്യം ശരിയാണ്, ഇത് അസുരനാണ്, എന്നാൽ പോലും എൻ്റെ ഭക്തനാണ്, അതുകൊണ്ട് ഇവനെ ഒന്നും ചെയ്യരുത്, ഇവനെ കൊല്ലരുതെന്ന് ശ്രീകൃഷ്ണനോട് ശിവഭഗവാൻ അപേക്ഷിച്ചു പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ബാണാസുരൻ്റെ കൈകൾ ഛേദിച്ചത് അദ്ദേഹത്തിൻ്റെ അഹങ്കാരം നശിപ്പിക്കാനാണ്. അതുപോലെ തന്നെ അഹങ്കാരം നശിച്ചു പോവുകയും ചെയ്തു. പക്ഷേ അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീകൃഷ്ണനും ശിവനും, അതായത് വിഷ്ണു ഭഗവാനും ശിവഭഗവാനും ഒന്നാണെന്ന് എല്ലാവരും ഗ്രഹിക്കണം എന്നുള്ള ഒരു ധ്വനിയും ശ്രീകൃഷ്ണ ഭഗവാൻ നൽകുകയുണ്ടായി. തുടർന്ന് അനിരുദ്ധനെ ബാണാസുരൻ മോചിപ്പിച്ച് തൻ്റെ മകളായ ഉഷയെ ശ്രീകൃഷ്ണന് കൈമാറി. അപ്പോൾ ശ്രീകൃഷ്ണൻ അനിരുദ്ധനെയും ഉഷയും കൊണ്ട് ദ്വാരകയ്ക്ക് പോയി. മാത്രമല്ല എല്ലാവരെയും ശ്രീകൃഷ്ണൻ അനുഗ്രഹിക്കുകയും ചെയ്തു. ബാണാസുരൻ അനിരുദ്ധന് സ്ത്രീധനമായിട്ട് ഒരുപാട് ധനവും രത്നങ്ങളും തോഴിമാരും ഒക്കെ കൊടുത്തു. കൃഷ്ണനും ഇതെല്ലാം കൊണ്ടുപോയി ശിവഭഗവാനോട് യാത്രയും പറഞ്ഞ് പോയി, ദ്വാരകയ്ക്ക് പോയി. അങ്ങനെ നല്ലൊരു ദിവസത്തിൽ അനിരുദ്ധൻ്റെയും ഉഷയുടെയും വിവാഹം കഴിയുകയും അവർ പിന്നീട് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്തു. ഇതാണ് ബാണയുദ്ധം കഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഥ കേൾക്കുന്നതിനും ഒരു പുണ്യമുണ്ട്. അതായത് അഹങ്കാരം ഇല്ലാതാക്കാനും സർവ്വകാര്യങ്ങളിലെ വിജയം നേടാനും ശത്രുവിന് നാശം വരുവാനും എല്ലാത്തിനുമായിട്ട് ഈ കഥ വായിക്കുന്നതും കേൾക്കുന്നതും വളരെ നല്ലതാണെന്ന് പറയുന്നു. ഭാഗവതത്തിൽ ദശമസ്കന്ധം ബാണയുദ്ധം പേജ് 390 15855 വരി മുതൽ പേജ് 394 16214 വരി വരെയാണ് ബാണയുദ്ധം, അതായത് ബാണൻ്റെ അഹങ്കാരം ഇല്ലാതാക്കുന്ന ആ കഥ പറഞ്ഞിട്ടുള്ളത്. ഇത് വായിക്കുന്നതും വളരെ കടങ്ങളൊക്കെ തീർക്കാനും അതുപോലെ സർവകാര്യ സിദ്ധിക്കും ശത്രുനാശത്തിനും അഹങ്കാരം ഇല്ലാതാവുന്നതിനും നല്ലതാണ്. മാത്രമല്ല ഗുരുവായൂർ കൃഷ്ണനാട്ടം ചെയ്താലും വളരെ നല്ലതാണ്. കൃഷ്ണനാട്ടം ബാണയുദ്ധം ചെയ്യുന്നതും ഇതൊക്കെ നേടുവാനായിട്ട് ഈ ദോഷങ്ങളൊക്കെ മാറി, കടങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ മാറി നമ്മുടെ ഏത് ആഗ്രഹം നടക്കാനും അഹങ്കാരം ഒട്ടും ഇല്ലാതായി ഭഗവാന്റെ ആൾക്കാരാകാനും അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിക്കായിട്ടും വളരെ നല്ലതായിട്ട് ആണ് കണക്കാക്കി വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബാണയുദ്ധം കഥ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.